ലവ്ലി ഷൗട്ട്സിൻ്റെ ഇന്നത്തെ വീഡിയോ ക്യാപ്സൂളിൽ നമ്മൾ നോക്കുന്നത് നിവർത്തന പ്രക്ഷോഭമാണ്. നിവർത്തന പ്രക്ഷോഭത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം 1932 നിവർത്തന പ്രക്ഷോഭം നടന്നത്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനായി നടന്ന ഒരു പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നോക്കാം മറ്റു പോയിന്റിലേക്ക്. ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭമായിരുന്നു നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഈഴവരായ ജനങ്ങൾക്ക്, മുസ്ലിങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്ക് ഇവർക്കൊക്കെ അവരുടെ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരമായിരുന്നു, പ്രക്ഷോഭമായിരുന്നു നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭം എന്ന് ചോദിച്ചാൽ നിവർത്തന പ്രക്ഷോഭമാണ്. ഇനി നിവർത്തന പ്രക്ഷോഭം നടന്നത് എന്ന് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. 1932 നിവർത്തന പ്രക്ഷോഭം നടന്നത്. നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏതായിരുന്നു? എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. സംയുക്ത രാഷ്ട്രീയ സമിതി. സംയുക്ത രാഷ്ട്രീയ സമിതി എന്ന സംഘടനയാണ് നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ക്രിസ്ത്യൻ, ഈഴവ, മുസ്ലിം സമുദായത്തിലെ പ്രതിനിധികൾ ചേർന്ന് രൂപം നൽകിയ സംയുക്ത രാഷ്ട്രീയ സമിതി നിലവിൽ വന്നതെന്ന് 1932 ഡിസംബർ 17. അപ്പോൾ നമ്മൾ പറഞ്ഞു സംയുക്ത രാഷ്ട്രീയ സമിതിയാണ് സമരത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടന. ഈ സംഘടന രൂപീകരിച്ചത് 1932 ഡിസംബർ 17. ക്രിസ്ത്യാനികളും ഈഴവരും മുസ്ലിങ്ങളും ഇവരുടെ പ്രതിനിധികൾ ചേർന്ന് രൂപം കൊണ്ട സംഘടനയാണ് സംയുക്ത രാഷ്ട്രീയ സമിതി. 1932 സംയുക്ത രാഷ്ട്രീയ സമിതി രൂപം കൊണ്ടത്. സംയുക്ത രാഷ്ട്രീയ സമിതി തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർക്ക് മെമ്മോറിയൽ സമർപ്പിച്ചത് 1933. അപ്പോൾ സംയുക്ത രാഷ്ട്രീയ സമിതി തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യർക്ക് മെമ്മോറിയൽ സമർപ്പിച്ചു. അപ്പോൾ CP രാമസ്വാമി അയ്യരായിരുന്നു നിവർത്തന പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂറിൻ്റെ ദിവാൻ. അതും ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. സർ CP രാമസ്വാമി അയ്യറായിരുന്നു തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ദിവാൻ. അദ്ദേഹത്തിനാണ് സർ CP രാമസ്വാമി അയ്യർക്കാണ് മെമ്മോറിയൽ സമർപ്പിച്ചത്. 1933 മെമ്മോറിയൽ സമർപ്പിച്ചു. ഇനി നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു? നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട നേതാക്കളാണ് NV ജോസഫ്, C കേശവൻ, TM വർഗീസ്, PK കുഞ്ഞ്, CV കുഞ്ഞിരാമൻ, അബ്ദുറഹ്മാൻ സാഹിബ്. NV ജോസഫ്, C കേശവൻ, TM വർഗീസ്, PK കുഞ്ഞ്, CV കുഞ്ഞിരാമൻ, അബ്ദുറഹ്മാൻ സാഹിബ്. ഇതിൽ C കേശവൻ പ്രത്യേകിച്ചും നിങ്ങൾ ഓർത്തു വെക്കണം. പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് C കേശവൻ. അപ്പോൾ നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട നേതാക്കളെയാണ് നമ്മൾ പറഞ്ഞത്. NV ജോസഫ്, C കേശവൻ, TM വർഗീസ്, PK കുഞ്ഞ്, CV കുഞ്ഞിരാമൻ, അബ്ദുറഹ്മാൻ സാഹിബ്. നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ്? നിവർത്തന പ്രക്ഷോഭത്തിലെ നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ്? IC ചാക്കോ. IC ചാക്കോയാണ് നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചത്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയതാര്? വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ്. ധാരാളം പ്രാവശ്യം പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ആവർത്തിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. C കേശവൻ. കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവനാണ്. കോഴഞ്ചേരി പ്രസംഗം എന്നാണ് നടത്തിയത്? 1935. കോഴഞ്ചേരി പ്രസംഗം എന്തുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗമാണ്? നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട്. ഇത്തരം 3 ക്വസ്റ്റ്യനും ഈ പോയിന്റിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ C കേശവനാണ് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് എന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസംഗമാണ്.
ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ പ്രക്ഷോഭം ഏത്? ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭമാണ് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭമാണ്. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ട വർഷം എന്ന് 1936. അപ്പോൾ 1936 ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ടത്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടാണ് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ടത്. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? GD നോക്സ്. ഒക്കെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ GD നോക്സ് ആണ് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ. GD നോക്സ് 1936 രൂപം കൊണ്ടു. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ടു. കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C. കേശവനാണ് 1935. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയത് 1956. കേരള സംസ്ഥാനത്തിൻ്റെ പിറവിയോടുകൂടെ ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് രൂപം കൊള്ളുകയാണ് ചെയ്തത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC, അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് കേരള സംസ്ഥാനത്തിൻ്റെ പിറവിയോടുകൂടെ 1956 രൂപം കൊള്ളുകയാണ് ചെയ്തത്. അപ്പോൾ ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത് 1956. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം ഏത്? നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രമാണ് കേരള കേസരി. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണ്. കേരള കേസരി എന്ന പത്രമാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം. ദെൻ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനായി നടന്ന ഒരു പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു പ്രക്ഷോഭമാണ്. നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് സംയുക്ത രാഷ്ട്രീയ സമിതി. നിവർത്തന പ്രക്ഷോഭം നടന്നത് നമ്മൾ പറഞ്ഞു 1932. സംയുക്ത രാഷ്ട്രീയ സമിതി നിലവിൽ വന്നത് 1932 ഡിസംബർ 17. സർ CP രാമസ്വാമി അയ്യർക്ക് സംയുക്ത രാഷ്ട്രീയ സമിതി മെമ്മോറിയൽ സമർപ്പിച്ചത് 1933. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് NV ജോസഫ്, C. കേശവൻ, TM വർഗീസ്, PK കുഞ്ഞ്, CV കുഞ്ഞിരാമൻ, അബ്ദുറഹ്മാൻ സാഹിബ്. C. കേശവനെ പ്രത്യേകം ഓർത്തു വെക്കണം. നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചത് IC ചാക്കോയാണ്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C. കേശവനാണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടാണ് ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ടത്. 1936 ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ടത് 1936. GD നോക്സ് ആയിരുന്നു അതിൻ്റെ ആദ്യത്തെ ചെയർമാൻ. 1956 ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി രൂപാന്തരപ്പെട്ടു, മാറി. കേരള പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് 1956 മാറി. കേരള കേസരി എന്ന പത്രമാണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ തറോ ആയി റിവൈസ് ചെയ്തുകൊണ്ട് പഠിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.